ജയ് ഭീം. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാർ ദളിത് വിരുദ്ധ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ദളിതർ വോട്ട് ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന ചില വാട്സപ്പ് മെസ്സേജുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കും മെസ്സഞ്ചർ വഴിയും വാട്സാപ്പ് വഴിയും ഇത്തരം ഒരു സന്ദേശം പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പ്രതികരിക്കാൻ തയ്യാറായത്. ദളിതർ വോട്ട് ബഹിഷ്കരിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ ദളിത് വിരുദ്ധ നിലപാടിൽ സ്വീകരിച്ചുകൊണ്ട് ദളിതർ വോട്ട് ബഹിഷ്കരിക്കണം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ദളിതർ ബഹിഷ്കരിച്ചാൽ ഉള്ള കുഴപ്പം BJP സംഘപരിവാർ RSSന് വേഗത്തിൽ കേരളത്തിൽ അവരുടെ വ്യക്തമായ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയും എന്നുള്ളതാണ്. ദളിതർ അതുകൊണ്ട് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കരുത് എന്നുള്ളതാണ്. മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ വളരെ കഷ്ടപ്പെട്ട് നന്നായി പ്രയത്നിച്ചാണ് ഈ വോട്ടവകാശം ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആ വോട്ടവകാശം നേടിത്തന്നത്. ആ വോട്ടവകാശം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഈ തദ്ദേശീയരായിട്ടുള്ള പട്ടിക വിഭാഗങ്ങൾക്ക് ദളിതർക്ക് രാഷ്ട്രീയമായി അല്പമെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അത് ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഔദാര്യം കൊണ്ടല്ല, അത് മറപിടിച്ച് അവർ ഗുണഭോക്താക്കളാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് പട്ടിക വിഭാഗങ്ങൾ ബഹിഷ്കരിക്കാൻ പാടില്ല. നിങ്ങൾക്കിഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, പക്ഷേ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാതിരിക്കുന്നത്. ജനാധിപത്യ നിർമ്മിതിക്ക് വോട്ട് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്, കാര്യമാണ്. അതിലിടപെടാതെ മാറി നിൽക്കുന്നതോടുകൂടി നമ്മൾ അപകടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. കാരണം ആയിരക്കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളാണ് ഇത്തരം ആളുകൾ സംസ്ഥാനത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇത്തരം വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ അവർ സൃഷ്ടിച്ചിരിക്കുന്നത് പാവപ്പെട്ട ആളുകളെ എളുപ്പമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ തെറ്റായ സന്ദേശങ്ങൾ കിട്ടി നമ്മുടെ ചിന്തകൾ ഒരു നിമിഷം കൊണ്ടായിരിക്കാം മാറിപ്പോകുന്നത്. അല്ലെങ്കിൽ ഒരു തുച്ഛമായ ഇത് തരുമ്പോൾ, സമ്മാനം തരുമ്പോൾ വിധേയപ്പെടുന്ന ആളുകളും ഇതിൻ്റെ പിന്നിലുണ്ട്. അവർ ഈ പട്ടികജാതി മോർച്ച എന്ന നിലയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ആ പട്ടികജാതി മോർച്ചയിൽപ്പെട്ട ആളുകളാണ് ഇത് കൃത്യമായി ഈ പട്ടിക വിഭാഗങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ വോട്ട് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലുമല്ല പറയുന്നത്. നിങ്ങൾ കൃത്യമായി വോട്ട് ചെയ്യണം, കൃത്യമായി വോട്ട് ചെയ്യണം. ഞങ്ങൾ പറയുമ്പോൾ ഭരണഘടനയ്ക്കൊപ്പം നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുകയുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് മാറി നിന്നാൽ അത് സംഘപരിവാർ BJPക്ക് പെട്ടെന്ന് കേരളത്തിൽ വളരാൻ, കാരണം ഇപ്പം തന്നെ ഇടതുപക്ഷം അവരെ വളർത്താൻ വേണ്ടി തയ്യാറായിരുന്നുണ്ട്. അയ്യപ്പ സംഗമോ കണ്ടില്ലേ, അവരെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അത് അവരിലെ ആ പാർട്ടികളിലെ ചില വ്യക്തികൾക്ക് ചില മറകൾ പിടിക്കാനും ചിലർക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് BJPയെ സഹായിക്കാൻ അവർ തയ്യാറായി വന്നിരിക്കുന്നത്. പക്ഷേ അതല്ല, നമ്മൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകളും മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറിനെ പിന്തുടരുന്ന ആളുകളുമായിരിക്കണം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെടുകയും മത്സരിക്കുകയും പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ മത്സരിക്കുന്ന ആളുകൾ കൂടിയായി മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. എത്ര സന്ദേശങ്ങൾ ലഭിച്ചാലും നമ്മൾ വായിക്കുക, വിലയിരുത്തുക, മറ്റുള്ള ആളുകളോട് അതിൻ്റെ ശരി തെറ്റ് സംബന്ധിച്ച് രാഷ്ട്രീയപരമായി ഇടപെടുന്ന തദ്ദേശീയരായ ആളുകളുമായി ഷെയർ ചെയ്യുക. എന്നിട്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ വോട്ട് ചെയ്യാൻ തരണം. പക്ഷേ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും ബഹിഷ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ തെറ്റായ സന്ദേശത്തിൽ പോയതിൻ്റെ ദോഷവശം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വിയോജിപ്പുകളോടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഇതുപോലെ ചില മെസ്സേജുകൾ നമ്മുടെ സമുദായത്തിലെ പല നേതാക്കന്മാരും, നമ്മുടെ സമുദായത്തിലെ പല ആക്ടിവിസ്റ്റുകളും, പല എഴുത്തുകാരും, പല ചിന്തകരുമൊക്കെ വിയോജിപ്പോടെ LDFന് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞ് വന്നിരുന്നുണ്ടായിരുന്നു. അത് അവർ ഒറ്റുകാരുടെ പണിയാണ് അവർ ചെയ്തത്. നമ്മുടെ സമുദായത്തിലെ ഒറ്റുകാരുടെ റോളാണ് അവർ ചെയ്തത്. അപ്പം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം, നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം വിയോജിപ്പോടെ ഞങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരോട് വിയോജിപ്പുണ്ട് എങ്കിൽ തന്നെയും അവർ വരുന്നതാണ് നല്ലതെന്നുള്ള സന്ദേശമാണ്. അപ്പോൾ അതിൽ പെട്ട് വോട്ട് ചെയ്തു പോയ ആളുകളുണ്ട്. അതുകൊണ്ടാണിപ്പോൾ ഇത് അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ അവർ തന്നെ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരനുഭവിക്കുക എന്നുള്ളത് മാത്രമല്ല, BJPക്ക് കൂടുതൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 21 മണ്ഡലങ്ങളിൽ, 21 നിയമസഭാ മണ്ഡലങ്ങളിൽ
20 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ 21 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം ഈ BJPക്ക് ഉണ്ടാക്കി കൊടുത്തതിന് ഇടതുപക്ഷത്തിന് വളരെ നന്നായ പങ്കുണ്ട്, വളരെ വലിയ പങ്കുണ്ട്. ആ വലിയ പങ്ക് വഹിക്കുന്നതിൽ ഈ തദ്ദേശീയരായിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട പല ദളിത് നേതാക്കളും ആക്ടിവിസ്റ്റുകളും പട്ടികജാതി നേതാക്കന്മാർക്കും പങ്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവർ അന്ന് പറഞ്ഞ 2021 അവർ പറഞ്ഞത് വിയോജിപ്പോടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നുള്ളത്. ആ വിയോജിപ്പോടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത് കൊണ്ടാണ് ഇന്ന് BJP വളരെ കൃത്യമായ ഇടപെടലിലൂടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ BJPക്ക് വേണ്ടി ഇടതുപക്ഷം പ്രവർത്തിക്കുകയും ഇടതുപക്ഷത്തിന് വേണ്ടി ഈ നമ്മുടെ സമുദായ നേതാക്കന്മാരും ചിന്തകരും ആക്ടിവിസ്റ്റുകളും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അവരെ കൂടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് RSSലാണ്, സംഘപരിവാറാണ് കൊണ്ടെത്തിക്കുക. അപ്പോൾ സംഘപരിവാറിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുന്നതിലാണ് നമ്മുടെ നേതാക്കന്മാർ പോലും ഇടപെട്ടത്, വിയോജിപ്പോടെ വോട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞത്. അന്ന് വിയോജിപ്പോടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ ആ വിഷയത്തിന് ഒരു അഭിപ്രായം പറയാതിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാകണം, ജനാധിപത്യത്തിൻ്റെ ഭാഗമാകണം, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകണം, ഭരണപങ്കാളിത്തത്തിൻ്റെ ഭാഗമാകണം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഈ ഇത്തരം സന്ദേശങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ചിന്തിച്ച് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ, അതായത് വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല സ്ഥാനാർത്ഥികളാകുക, മത്സരിക്കുന്ന ആളുകൾ കൂടി ആകണമെന്ന് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. ജയ് ഭീം.